ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതിക്ക് പിന്നിൽ കടം കാരണം കുടുംബം തകരുമെന്ന അഫാന്റെ ചിന്തയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഫാന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. കൊലപാതകങ്ങൾക്കിടയിൽ പ്രതി അഫാൻ ബാറിൽ പോയി മദ്യപിച്ചെന്നും മദ്യം പാഴ്സൽ വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. തളർന്ന് കിടക്കുകയാണ്. തലയൊക്കെ ഒന്നും സംസാരമൊന്നും ക്ലിയർ ആവില്ല. ഒരുപാട് മുറിവാണ്. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട്. പൈസകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഭാവി ജീവിതം തകർന്നെന്ന നിരാശ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. വിദേശത്തുള്ള പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ നല്ല രീതിയിലായിരുന്നു ജീവിതത്തിൽ കടം കയറി. ബന്ധുക്കളും നാട്ടുകാരും പണം തിരികെ ചോദിച്ചത് നിരാശ വർദ്ധിപ്പിച്ചു. സ്വപ്നം കണ്ടതൊന്നും നടക്കില്ലെന്ന തോന്നൽ ഉമ്മയെയും സഹോദരനെയും കൊന്ന് ആത്മഹത്യ ചെയ്യാമെന്ന ചിന്തയ്ക്ക് കാരണമായി. പണമില്ലാത്തപ്പോൾ പുതിയ ബൈക്ക് വാങ്ങിയതിനെയും പ്രണയത്തെയും കുറ്റപ്പെടുത്തിയതും സാമ്പത്തികമായി സഹായിക്കാത്തതും ലത്തീഫിനോടും സാജിദയോടും വൈരാഗ്യമായി. ഫർസാനയുടെ ആഭരണം അഫാൻ പണയം വെച്ചിട്ടുണ്ട്. തന്റെ മരണശേഷം ഫർസാനയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്ന തോന്നൽ ആ കൊലയിലേക്കും നയിച്ചു. സ്വന്തം അമ്മയെ ആക്രമിച്ചു. പിതൃമാതാവ്, പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയി മദ്യപിച്ച അഫാന്റെ രീതി പോലീസിനെ ഞെട്ടിച്ചു. ഫർസാനയും അനുജനെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ വെച്ചും മദ്യപിച്ചു. മദ്യത്തിലൊഴിച്ചാണ് എലിവിഷം കഴിച്ചതെന്നും പോലീസ് സംശയിക്കുന്നു. ഫർസാന വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് നടന്നുപോകുന്ന ഈ ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമാണ്. കൊലപാതകത്തിന് തൊട്ടു മുൻപ് വൈകിട്ട് 3:31 മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങൾ. 4:15 ഫർസാനയെ കൊലപ്പെടുത്താൻ സഹോദരൻ അഫ്സാനെ ഭക്ഷണം വാങ്ങിക്കാൻ വിട്ട് ഒഴിവാക്കിയെന്ന് പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു. 24 തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മാതാവ് ഷെമി ആരോഗ്യനില വീണ്ടെടുക്കുകയാണ്. ഷെമി സംസാരിക്കുന്നുണ്ട് എന്നും ബന്ധുക്കളെ കുറിച്ച് ചോദിച്ചെന്നും ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അറിയിച്ചു. കാണാനെത്തിയ ബന്ധുവിനോട് കൊല്ലപ്പെട്ട ഇളയ മകൻ അഫ്സാനെ കുറിച്ചാണ് ഷെമി ആദ്യം ചോദിച്ചത്. ഷെമി പൂർണ്ണമായി അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ മുതൽ ആരോഗ്യനില മെച്ചപ്പെട്ടു. സംസാരിച്ചു തുടങ്ങി. ബന്ധുക്കളെ കുറിച്ച് ചോദിച്ചു. പോലീസിന് മൊഴി കൊടുക്കാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയാണെന്നും ഡോക്ടർമാർ. ഷമീനയുടെ കണ്ടീഷൻ ഇപ്പം സ്റ്റേബിളായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം കാണാനെത്തിയ ബന്ധുവിനോട് കൊല്ലപ്പെട്ട ഇളയ മകൻ അഫ്സാനെ കുറിച്ചാണ് ഷമി അന്വേഷിച്ചത്. കൊലപാതക വിവരങ്ങൾ ഷമിയെ അറിയിച്ചിട്ടില്ല. മരിച്ച അഫ്സാനെ കുറിച്ച് വിഷമത്തോടെയാണ് അയൽവാസികളും ഓർക്കുന്നത്. ഇപ്പം അവനാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വന്ന. എൻ്റെ ഉമ്മയും അത്യാവശ്യത്തിനേ വരുള്ളൂ. കേൾക്കുമ്പോൾ നമുക്കൊരു നെടുക്കം, നമുക്കിത് മാറുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ അറിഞ്ഞില്ല. അവൻ്റെ ജീവിതവും പോയി, ഭാവിയും പോയി. സംശയാസ്പദമായ ഒരു സാഹചര്യങ്ങളും നമുക്ക് കണ്ടില്ല. അടുത്ത തൊട്ട് ഒരു മതിലിൻ്റെ വ്യത്യാസത്തിലാണ് 2-3 വീടിരിക്കുന്നത്. എന്നിട്ട് പോലും അവരാരും ഈ ഒരു സൗണ്ട് പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഷെമിയുടെ ചികിത്സയ്ക്കുൾപ്പെടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് ഷെമിയുടെ സഹോദരൻ അറിയിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. വെഞ്ഞാറമൂട് SHO ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ചികിത്സയിലുള്ള ഷെമിയുടെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കും. ആരോഗ്യനില തൃപ്തികരമെങ്കിൽ നാളെ തന്നെ മൊഴിയെടുക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും ആശുപത്രിയിൽ. ഉമേഷ്, നേരത്തെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് അറിയിച്ചിരുന്നു ആരോഗ്യനില എന്തെങ്കിലും ഒരു ഡോക്ടർ പോലീസുമായി സംസാരിക്കാൻ തക്ക നിലയിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പോലീസ് ആവശ്യപ്പെടുമ്പോൾ ആ സമയത്ത് അതിനുള്ള സാഹചര്യം ഒരുക്കും എന്നതടക്കം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പോലീസിന് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു മൊഴിയെടുക്കലിന് പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് നാളെ തന്നെ ഉണ്ടാകുമായിരിക്കാം, അല്ലേ? തീർച്ചയായും ഇന്നലെ വൈകിട്ട് തന്നെ ഷെമി സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഈ സാഹചര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് പോലീസ് എത്തുന്ന സമയത്ത് ഷെമി വീണ്ടും മയക്കത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇന്നലെ മൊഴിയെടുക്കാൻ കഴിയാത്തത്. ഇന്നിപ്പോൾ പോലീസിനെ ഡോക്ടർമാർ അറിയിച്ചത് പ്രകാരം വെഞ്ഞാറമൂട് SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തി മെഡിക്കൽ രേഖകൾ പരിശോധിക്കും. പരിശോധിച്ച ശേഷം നാളെ മൊഴിയെടുക്കാനാണ് ആലോചന. നാളെ ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കും, മൊഴി രേഖപ്പെടുത്തും. ഏറ്റവും സുപ്രധാനമായ മൊഴി ഷെമിയുടെ തന്നെയാണ്. കാരണം ഷെമിയാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമണ
പരമ്പരയിൽ ഏറ്റവും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. ഷെമിയെ ഇപ്പോൾ പ്രതി നൽകിയ മൊഴി പ്രകാരമാണെങ്കിൽ കുടുംബസമേതം തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ ആരെങ്കിലും മരിക്കാതിരുന്നാൽ എന്ന രീതിയിൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു എന്നായിരുന്നു പ്രധാന മൊഴി. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഷെമിയുടെ മൊഴികൾ പുറത്തു വരേണ്ടതുണ്ട്. വിജയകുമാർ. യെസ്, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഷെമിയുടെ മൊഴി. അത് പോലീസ് രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. അതിന് തക്ക നിലയിലേക്ക് അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞേക്കും. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടായേക്കും. തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന കേരളത്തിലും അസമിലും നേതൃമാറ്റം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അടൂർ പ്രകാശ്, ബെന്നി ബെഹന്നാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിലുള്ളത്. സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തന്നെയാണ് നറുക്കുവീഴുക. ആന്റണിയുടെ പേരും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകും. ഗൗരവ് ഗൊഗോയി അസം PCC അധ്യക്ഷനായേക്കും. വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതയും തേടും. KPCC അധ്യക്ഷന് മാത്രമല്ല DCCകളിലടക്കം മുഖം മിനുക്കിയാകും കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. പുനഃസംഘടനയ്ക്ക് പിന്നാലെ ഉണ്ടാകുന്ന പൊട്ടിത്തെറി ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തും. വിനീത VG 24 ഡൽഹി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തെ തുടരെ പരിഹസിച്ച് CPIM. സമരം ചെയ്യുന്നത് ഇർക്കിൽ സംഘടന എന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമിന്റെ അധിക്ഷേപം. സമരത്തിൽ സർക്കാരിനെ വിമർശിച്ചും ആശാ വർക്കേഴ്സിനെ പിന്തുണച്ചും CPI നേതാക്കൾ ഇന്നും രംഗത്തെത്തി. തിങ്കളാഴ്ച സമരക്കാരെ പാട്ടപ്പിരിവുകാർ എന്നായിരുന്നു CITU ദേശീയ സെക്രട്ടറി കൂടിയായ ഇളമരം കരീം പരിഹസിച്ചത്. ഇന്നലെ പറഞ്ഞത് ഓണറേറിയം ഔദാര്യമാണെന്ന്. ഇന്ന് ഇളമരം കരീമിന്റെ പരിഹാസം ഇങ്ങനെയായിരുന്നു. ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. ആശാ വർക്കേഴ്സിന് യഥാർത്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. CPIM നേതാക്കളുടെ തുടരെയുള്ള പരിഹാസത്തിന് സമരക്കാരുടെ മറുപടി ഇങ്ങനെ: ഒരിക്കലും ഭയന്ന് മുൻമാറത്തില്ല. ഞങ്ങൾ ആശമാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അങ്ങനൊരു ഞങ്ങൾക്ക് വരുന്നില്ല. ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിനുള്ള പിന്തുണ CPI നേതാവ് ആനി രാജ ആവർത്തിച്ചു. സമരത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച CPI നേതാവ് KK ശിവരാമനും രംഗത്തെത്തി. സർക്കാർ കണ്ണു തുറക്കാത്ത ദൈവമായി മാറിയതുകൊണ്ടാണ് സമരം ചെയ്യാൻ ആശാ വർക്കേഴ്സ് നിർബന്ധിതരായത്. PSC ചെയർമാനും മെമ്പർമാർക്കും ലക്ഷങ്ങൾ വാരിക്കോരി നൽകുകയും ആശാ വർക്കേഴ്സിന് ശകാരവർഷവുമെന്ന് KK ശിവരാമൻ വിമർശിച്ചു. സമരത്തിന് പിന്തുണയുമായി RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ എത്തി. വൈകുന്നേരം ഡോക്ടർ ശശി തരൂർ MPയും സമരപ്പന്തൽ സന്ദർശിക്കും. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്. ആശാ വർക്കേഴ്സിന്റെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. NHM ഇറക്കിയ സർക്കുലർ നാളെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ കത്തിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. മാർച്ച് 3 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, നേരത്തെ KPCC അധ്യക്ഷൻ സമരപ്പന്തലിലെത്തിയിരുന്നു. അതുപോലെ പ്രതിപക്ഷ നേതാവ് വന്നിരുന്നു. UDFിലെ പല ഘടകകക്ഷി നേതാക്കളും അവിടെ എത്തുന്നുണ്ട്. സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. എന്തൊക്കെയാണ് തുടർ നീക്കങ്ങൾ? വിജയകുമാർ, ഈ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമരപ്പന്തലിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിരമായ സന്ദർശനമുണ്ട്. ഓരോ ദിവസവും ഓരോ പ്രധാനപ്പെട്ട നേതാക്കൾ വീതം സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും ഈ സമരപ്പന്തലിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഈ മാസം 24-ന് മണ്ഡലം തലത്തിൽ ഈ ആശാവർക്കർമാർക്ക്, സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടൊരു പ്രതിഷേധ തീപ്പന്തം എന്ന പേരിൽ രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഔദ്യോഗികമായി ആ സമരം ഏറ്റെടുക്കും
ഏറ്റെടുക്കുന്നു എന്നൊരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആശാവർക്കർമാരുടെ സമരം പഞ്ചായത്ത് തലങ്ങളിൽ അടക്കം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ഇന്നലെ സർക്കാർ പുറത്തിറക്കിയ NHM പുറത്തിറക്കിയ സർക്കുലർ കത്തിച്ചുകൊണ്ട് ആ പ്രതിഷേധം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് കൂടി, ആശാവർക്കർമാർ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് കൂടി സംഘടിപ്പിക്കുകയാണ്. മാർച്ച് 3-ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് കോൺഗ്രസ് സംഘടിപ്പിക്കും. ഒപ്പം തന്നെ അതേ ദിവസം തന്നെ മറ്റു ജില്ലകളിലെ മുഴുവൻ കളക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തും എന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് സ്ഥിരമായി സന്ദർശനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ വീണ്ടും സന്ദർശനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ ഒരിക്കൽ കൂടി ഓരോ ദിവസവും ഈ സമരപ്പന്തലിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഡോക്ടർ ശശി തരൂർ MP ഈ സമരപ്പന്തലിലേക്ക് എത്തും. UDF നേതാക്കളും ഘടകകക്ഷികളും കോൺഗ്രസിന്റെ ഘടകകക്ഷികളും ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഷിബു ബേബി ജോൺ അല്പസമയം മുൻപ് ഈ സമരവേദി സന്ദർശിച്ചതേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ സന്ദർശിച്ചിരുന്നു. KPCC അധ്യക്ഷനും ഇവിടേക്ക് എത്തിയിരുന്നു. രമേശ് ചെന്നിത്തല 2 തവണയാണ് ഈ സമരവേദിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ കോൺഗ്രസ് കൂടി സമരത്തിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന അറിയിപ്പ്. വിജയകുമാർ. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് ആ സമരം ഏറ്റെടുക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ ഒരിക്കൽ കൂടി സമരപ്പന്തൽ സന്ദർശിക്കും. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ ആശാ വർക്കേഴ്സിന് പിന്തുണ പ്രഖ്യാപിച്ച് നടത്താനും KPCC തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് തടസ്സപ്പെടുത്തി സമരം നടത്തിയ CPM നേതാക്കൾക്കെതിരെ കോഴിക്കോട്ടും കേസെടുത്തു. കേന്ദ്ര സർക്കാരിനെതിരെ ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് പോലീസിന്റെ ഈ നടപടി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മാനാഞ്ചിറയിലുള്ള ആദായ നികുതി ഓഫീസിലേക്കായിരുന്നു CPIM പ്രതിഷേധ മാർച്ച്. ഓഫീസിന് മുന്നിലെ റോഡ് തടസ്സപ്പെടുത്തിയതിനാണ് CPIM നേതാക്കളായ 5 പേർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തത്. ജില്ലാ കമ്മിറ്റി അംഗമായ KT കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളാണ്. അന്യായമായി സംഘം ചേർന്ന് CPIM പ്രവർത്തകർ ഗതാഗത തടസ്സമുണ്ടാക്കിയെന്ന് FIR-ൽ പറയുന്നു. അതേസമയം സമരത്തിൽ പങ്കെടുത്ത A. വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് തുടങ്ങിയവരെ പ്രതി ചേർത്തിട്ടില്ല. കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. 24 കോഴിക്കോട്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പെരുങ്കളിയാട്ടം നടക്കുന്ന രാമവില്യം കഴകത്തിലേക്കുള്ള റോഡിലെ CPM പ്രവർത്തകരുടെ എഴുത്തുകൾ തിരുത്തി എഴുതി പോലീസ്. പ്രവർത്തകർ റോഡിൽ CPIM എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് നോ ക്രൈം എന്നാണ് തിരുത്തി എഴുതിയത്. രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കാനാണ് പോലീസിന്റെ ഈ മുൻകരുതൽ. ഇളമ്പച്ചി റോഡിൽ നിന്നും കഴകത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡിലും വൈദ്യുത തൂണുകളിലും കഴിഞ്ഞ ദിവസമാണ് CPIM പ്രവർത്തകർ പെയിന്റ് ഉപയോഗിച്ച് സംഘടനയുടെ പേരെഴുതിയത്. പിന്നാലെ പ്രദേശത്ത് രാഷ്ട്രീയ തർക്കമുണ്ടാകാനുള്ള സാധ്യത പോലീസ് തിരിച്ചറിഞ്ഞു. ഇതോടെ ബക്കറ്റിൽ പെയിന്റുമായി കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്തും സംഘവും രംഗത്തിറങ്ങി. DYFI എന്നെഴുതിയത് പോലീസ് പെയിന്റ് ഉപയോഗിച്ച് മായ്ച്ചു. CPIM-ലെ അക്ഷരങ്ങൾ തട്ടിക്കൂട്ടി ക്രൈം എന്ന വാക്കാക്കി മാറ്റി. തൊട്ടുമുകളിൽ നോ എന്നും കൂട്ടിച്ചേർത്തു. നിമിഷങ്ങൾക്കുള്ളിൽ റോഡിലെ CPIM നോ ക്രൈമായി മാറി. എല്ലാ എഴുത്തും മായ്ക്കാനുള്ള പെയിന്റ് പോലീസിന്റെ പക്കലുണ്ടായിരുന്നില്ല. അതോടെയാണ് എഴുത്ത് തിരുത്താൻ തീരുമാനിച്ചത്. ഒപ്പം റോഡിലെ കൊടിതോരണങ്ങളും പോലീസ് മാറ്റിയിട്ടുണ്ട്. 24 കാസർഗോഡ്. ബോധവൽക്കരണവും നടപടികളും ശക്തമാക്കിയിട്ടും കേരളത്തിലേക്ക് ലഹരി ഒഴുക്ക് തുടരുന്നു. കണ്ണൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ MDMA-യും കഞ്ചാവുമായി 10 പേരാണ് ഇന്ന് മാത്രം പിടിയിലായത്. മലപ്പുറത്ത് 1/2 കിലോയിലേറെ MDMA-യും പോലീസ് പിടികൂടി. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് മുതവല്ലൂർ സ്വദേശി ആകാശിന്റെ വീടിന് പരിസരത്ത് നിന്നാണ് ലഹരി ശേഖരം പിടികൂടിയത്. 544 ഗ്രാം MDMA-യും 875 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെത്തി. കണ്ണൂർ പയ്യന്നൂരിൽ MDMA-യുമായി 2 യുവാക്കളെയാണ് പിടികൂടിയത്. തളിപ്പറമ്പ് ചുടല സ്വദേശി മുഹമ്മദ് അഫ്രീദി, സെയ്ദ് നഗറിലെ മുഹമ്മദ് ദിൽഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. 40 ഗ്രാം MDMA കണ്ടെത്തി. എറണാകുളം പൊന്നൂരുന്നിയിലെ ലോഡ്ജിൽ നിന്നാണ് MDMA കൈവശം വെച്ച 7 യുവാക്കളെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് MDMA നൽകിയ പെഡ്രിൻ ബാബുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാണ്. MDMA-ക്ക് പുറമെ കൊച്ചിയിലേക്ക് എത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവിന്റെ തോതും വർദ്ധിച്ചു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 37 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിൽ പിടിച്ചെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ രാജ്യസഭയിൽ എത്തിക്കാൻ നീക്കം. പഞ്ചാബിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ പാർലമെന്റിലേക്ക് എത്തിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ലുധിയാന വെസ്റ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ സഞ്ജീവ് അറോറയെ, നിലവിൽ രാജ്യസഭാംഗമായ സഞ്ജീവ് അറോറയെ ലുധിയാനയിൽ മത്സരിപ്പിക്കുക, അങ്ങനെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ കെജ്രിവാളിനെ മത്സരിപ്പിക്കുക, അങ്ങനെ വലിയ പദ്ധതി ആപ്പിനുണ്ട്. ഇത് നടക്കുമോ?
വിജയകുമാർ, അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത പരാജയം കെജ്രിവാളിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയ മുൻനിരയിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. ഒരു അത്തരത്തിലേക്കൊരു തീരുമാനം നേതാക്കൾ പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു നടപടി പോലും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനാണ് ഈ യോഗത്തിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് കൊണ്ടാണ് ഇപ്പോൾ ഈ തുടർ നടപടികളൊക്കെ തന്നെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി അടക്കം ആ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തത്. കെജ്രിവാളിനെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അതിന് ഈ രാജ്യസഭാ MP എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആം ആദ്മി പ്രധാനമായും ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലുധിയാന വെസ്റ്റിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നിലവിലെ രാജ്യസഭാ MP ആയ സഞ്ജീവ് അറോറയെ അതിലേക്ക് മാറ്റാമെന്ന് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സംബന്ധിച്ചുകൊണ്ടുള്ള നാമനിർദ്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. സഞ്ജീവ് അറോറയെ ഇതിനായി ആം ആദ്മി പാർട്ടി നാമനിർദ്ദേശവും ചെയ്തിട്ടുണ്ട്. ഈ സഞ്ജീവ് അറോറയെ അങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിക്കുകയാണ് എങ്കിൽ അദ്ദേഹം രാജിവെച്ചൊഴിയുന്ന MP സ്ഥാനത്തേക്ക് കെജ്രിവാളിനെ എത്തിക്കാമെന്നുള്ളതാണ് ആം ആദ്മിയുടെ വിശ്വാസം. അത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വിജയകുമാർ. യെസ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയതും. സഞ്ജീവ് അറോറ ലുധിയാനയിൽ മത്സരിച്ച് ജയിക്കണം, അങ്ങനെയാണെങ്കിൽ രാജ്യസഭയിൽ ഒരു ഒഴിവ് വരും, അവിടേക്ക് കെജ്രിവാളിനെ നാമനിർദ്ദേശം ചെയ്യാം എന്നാണ് ആം ആദ്മി പാർട്ടി കരുതുന്നത്. ആ നിലയിൽ വലിയൊരു ആസൂത്രണം നടക്കുന്നുണ്ട്. അത് വിജയിക്കുമോ എന്ന് വിനീത സൂചിപ്പിച്ചതുപോലെ അത് വിജയിക്കുമോ എന്ന് കണ്ടറിയണം. വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ആദിവാസികളെയും മലയോര കർഷകരെയും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഇരകളായാണ് സർക്കാർ കാണുന്നത് എന്നാണ് പ്രധാന കുറ്റപ്പെടുത്തൽ. അതേസമയം ആറളം ഫാമിൽ കാട്ടാനകളെ തുരത്തുന്ന നടപടിക്കും തുടക്കമായി. വന്യമൃഗശല്യം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പേരാവൂർ MLA സണ്ണി ജോസഫ് നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മാർ ജോസഫ് പാംപ്ലാനിയുടെ രൂക്ഷ വിമർശനം. എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം, അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. വനപാലകരുടെ ചുമതല വനസംരക്ഷണമാണ്. വനപാലകർ കർഷകരുടെ അടുക്കളയിൽ കയറി പരിശോധിക്കേണ്ടതില്ല. ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരുടെ അടുക്കള തോറും കയറി ഇറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം. അതേസമയം ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലുമായി തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യത്തിന് തുടക്കമായി. പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് ആദ്യം കാട്ടിലേക്ക് തുരത്തുന്നത്. വനപാലകരുടെ 50 അംഗ സംഘത്തിനാണ് ചുമതല. 24 കണ്ണൂർ. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇന്ന് സമാപിക്കും. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് സമാപന ചടങ്ങുകൾ നടക്കുന്നത്. 64 കോടിയോളം പേർ ഇത്തവണ കുംഭമേളയ്ക്കെത്തി എന്നാണ് കണക്കുകൾ. പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, ശിവരാത്രി ദിവസമാണ് ഏറ്റവും അധികം തിരക്ക് പ്രയാഗ്രാജിൽ ഉണ്ടാകാൻ, കുംഭമേളയിൽ ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങൾ, വലിയ ഒരുക്കങ്ങൾ അവിടെ ഉണ്ടാകും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ ബൽറാം? വിജയകുമാർ, കഴിഞ്ഞ 44 ദിവസമായി രാജ്യത്തെ വിശ്വാസികൾ മുഴുവൻ ഒഴുകിയെത്തുകയാണ് പ്രയാഗ്രാജിലേക്ക്. ഈ കാലത്തോളം ഇവിടെ എത്താൻ കഴിയാത്ത വിശ്വാസികൾ, അത് ഉത്തർപ്രദേശിനകത്തു നിന്നുള്ളവർ, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവർ, ഒപ്പം തന്നെ വിദേശങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ഇന്നും ഈ പുണ്യസ്നാനം തേടി ഈ സംഗമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇത് സംഗമത്തിലേക്കുള്ള കാത്തുനിൽപ്പാണ്. 10,000-കണക്കിന് പേർ ഇപ്പോഴും ബാരിക്കേഡുകൾക്ക് പിന്നിൽ കാത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഈ ആളുകളുടെ വലിയ തിരക്ക് ഒഴിവാക്കുന്നതിനായി ഇടയ്ക്കിടെ ബാരിക്കേഡുകൾ തീർത്ത് അവിടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി
സംഗമത്തിൽ സ്നാനം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് ആദ്യം പോകാൻ അവസരം നൽകി. പിന്നീടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും സംഗമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടകരെ കടത്തിവിടുന്നത്. അടുത്തുള്ള ഗേറ്റുകൾ തിരിച്ചു പോകുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നു. ദൂരെയുള്ള ഏതാണ്ട് സംഗമത്തിന് സമീപത്തു നിന്നും 15 കിലോമീറ്ററോളം നടന്ന് മാത്രമാണ് ഇപ്പോൾ ആളുകൾക്ക് ഇവിടെ സംഗമത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നു. കിലോമീറ്ററുകൾക്ക് അകലെ തന്നെ വാഹനങ്ങൾ വഴിതിരിച്ച് ഇത്തരത്തിൽ തിരക്ക് ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് മാത്രം 2 കോടിയോളം തീർത്ഥാടകർ സ്നാനത്തിനായി ത്രിവേണി സംഗമത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങളായി 1.25 കോടിയോളം ആളുകളായിരുന്നു പ്രതിദിനം ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതിനായി വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും അവസാന ദിവസമാണ്. ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് മഹാശിവരാത്രി ദിവസത്തെ സ്നാനം എന്നുള്ളത്. ആദ്യ 3 സ്നാനങ്ങൾ സന്യാസി സമൂഹത്തിനായിരുന്നു എങ്കിൽ അവസാന സ്നാനം ശിവരാത്രി സ്നാനം എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇന്നുമുണ്ട്. ഈ സ്നാനം കഴിഞ്ഞ് മടങ്ങുന്നവർ, സ്നാനത്തിനായി ഇപ്പോഴും കാത്തു നിൽക്കുന്നവർ എല്ലാം തന്നെ അവസാന അവസരം, അവസാന ദിവസം ഈ ഒരു സ്നാനത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിരവധി ആളുകൾ, പല പ്രായങ്ങളിൽ നിന്നുള്ളവർ, ഒപ്പം തന്നെ പല ദേശങ്ങളിൽ നിന്നുള്ളവർ എല്ലാവരും തന്നെ അതിരാവിലെ 3:30 മുതൽ ഇന്ന് സ്നാനം ത്രിവേണി സംഗമത്തിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അവിടേക്കുള്ള ഒഴുക്ക്, ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. തീർത്ഥാടകർ ഏതാണ്ട് 64 കോടിയോളം തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു കഴിഞ്ഞ 44 ദിവസങ്ങളിൽ എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ ലഭ്യമാക്കുന്ന കണക്ക്. 45 കോടിയോളം പേരെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അതിനേക്കാൾ 20 കോടി അധികം തീർത്ഥാടകർ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവസാന ദിവസവും തിരക്കിന് കുറവല്ല, കൂടുതലാണ്. ഈ 144 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മഹാകുംഭമേള പ്രയാഗ്രാജിൽ എത്തുന്നത്. ആ ഒരു പുണ്യം തേടിക്കൊണ്ട് തന്നെയാണ് വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് കുംഭമേളയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അടുത്ത കുംഭമേള ഇനി നാസിക്കിലാണ് 2027 നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഇനിയൊരു കുംഭമേളയ്ക്ക് വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. 2031 പ്രയാഗ്രാജിൽ ഇനി അടുത്ത കുംഭമേള നടക്കുക. അവസാന ദിവസവും വലിയ ജനത്തിരക്ക് തന്നെ അധികൃതർ കണക്കാക്കിയ, സുരക്ഷാ ഉദ്യോഗസ്ഥർ കണക്കാക്കിയ അതിനേക്കാൾ വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടിരിക്കുന്നു. ആളുകൾ തിക്കും തിരക്കും ബാരിക്കേഡുകൾക്ക് സമീപം നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. അത്രത്തോളം വലിയ ജനത്തിരക്ക് ഈ അവസാന ദിവസവും സമാപന ദിവസവും പ്രയാഗ്രാജിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിരീക്ഷണ ക്യാമറകൾ, ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായ ഒരു അപകടത്തിന്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ പോലീസും മറ്റ് അർദ്ധസൈനികരും ക്രമീകരിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, 44 ദിവസം 64 കോടി പേർ, ഇതാണ് ഔദ്യോഗിക കണക്ക്. ഇന്ന് തന്നെ ഏതാണ്ട് 3 കോടി അധികം ആളുകൾ അതിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചത്. വിശദാംശങ്ങളാണ് പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നൽകിയത്. NDA മുന്നണി ഉപേക്ഷിച്ച് സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. PV അൻവർ കോട്ടയത്തെത്തിയാണ് സജിയെയും കൂട്ടരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. NDAയിലെ അവഗണന പറഞ്ഞായിരുന്നു നീക്കമെങ്കിലും BJPയെ പരസ്യമായി തള്ളിപ്പറയാൻ സജി മഞ്ഞക്കടമ്പിൽ തയ്യാറായില്ല. തൃണമൂൽ കോൺഗ്രസിലേക്ക് ജില്ലയിലെ ഒരു ഇടതു നേതാവ് വരുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ വന്നതാകട്ടെ സജി മഞ്ഞക്കടമ്പിലും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കും. രാവിലെ സംസ്ഥാന സമിതി യോഗം ചേർന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനമെടുത്തു. പിന്നാലെ അൻവറുമൊത്തുള്ള സജിയുടെ വാർത്താ സമ്മേളനം. ഇത്തവണയും അവഗണന തന്നെയാണ് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞ കാരണം. എന്നാൽ NDAയിൽ കാര്യമായ പരിഗണന ലഭിച്ചില്ലെന്ന് പറയുമ്പോഴും BJPയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നുമില്ല. ഞങ്ങൾ NDAയുടെ ഭാഗമായി പാർട്ടി രൂപീകരിച്ചു, മുന്നണിയിലെടുത്തു എന്നവർ പറഞ്ഞു. പക്ഷേ ഭാഗ്യവശാൽ ഈ 1 വർഷമായി ഒരു NDA യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ എടുത്തു, പക്ഷേ പിന്നെന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. മധ്യകേരളത്തിലെ പോരാട്ടം ശക്തമാക്കാൻ സജിയുടെയും കൂട്ടരുടെയും വരവ് ഗുണം ചെയ്യുമെന്നാണ് അൻവർ പറയുന്നത്. ഇടതു നേതാക്കൾ പാർട്ടിയിലേക്ക് വരുമെന്ന് അൻവർ വീണ്ടും ആവർത്തിച്ചു. ഇപ്പോ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത പലരും ഇതിലേക്ക് വരും. അതിന് ചെറിയ ചെറിയ എന്താ പറയാ ഹഡിൽസ് കൂടി ക്രോസ് ചെയ്യാനുണ്ട്. അത് മെല്ലെ മെല്ലെ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കും. തുടർന്ന് ഏപ്രിലിൽ കോട്ടയത്ത് ഔദ്യോഗികമായി ലയനം നടത്താനുമാണ് തീരുമാനം.
24 കോട്ടയം. ഭീഷണി പ്രസംഗവുമായി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്നാണ് PV അൻവറിന്റെ ഭീഷണി. ചുങ്കത്തറയിൽ കൂറുമാറിയ വനിതാ അംഗത്തിന്റെ ഭർത്താവിനെ CPM ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നും PV അൻവർ ആരോപിച്ചു. ഞാൻ പറഞ്ഞത് ഞങ്ങളെ തേറി ഞങ്ങളെ തലക്കടിച്ചാൽ, കൂലിക്കാരെ കൊണ്ടുവന്ന് ഞങ്ങളെ ആക്രമിച്ചാൽ, ആ ആക്രമിക്കാൻ വിടുന്നവന്റെ വീട്ടിൽ കയറി ആ നേതാവിന്റെ തലക്കടിക്കുമെന്ന് പറഞ്ഞാൽ അതിനൊരു സംശയമില്ല. പിന്നെ ഇവിടെ ജയിക്കാൻ പറ്റില്ല. അവര് തല്ലി ഒരുമ കട്ടിലിന്റെ അടിയിൽ ഒളിക്കാൻ പറ്റുമോ? ഇവിടെ പൊതുപ്രവർത്തനം നടത്തണ്ടേ? അതിലൊന്നും ഒരു തർക്കമില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്ന് കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികൾ. ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയുമാണ് കായംകുളത്തെത്തി വിവാഹിതരായത്. ജാർഖണ്ഡിൽ വധഭീഷണി നേരിടുന്നുവെന്ന് ഇരുവരും പറഞ്ഞു. इसमें कोई किसी का प्रेशर नहीं, किसी का दबाव भी नहीं है और हम दोनों अपनी मर्जी और अपनी खुशी से ये शादी किए हैं. मेरे साथ कोई जोर ज़बरदस्ती नहीं हुआ है. मैं अपनी मर्जी के साथ गालिब के साथ यहाँ केरला में आके शादी की हूँ. इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था. मैं अपनी मर्जी से आई थी क्योंकि मैं इनको पसंद करती थी. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഇവരുടെ വിവാഹം കഴിഞ്ഞോ കായംകുളത്ത്? ഇവരിപ്പോൾ സുരക്ഷിതരായി അവിടെ ഉണ്ടല്ലേ? അതെ വിജയകുമാർ, ജാർഖണ്ഡ് ചിത്തപ്പൂർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് ഗാലിബും ആശാ വർമ്മ ഇവർ 10 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഇവരുടെ ആശാ വർമ്മയുടെ പിതാവ് ഒരു 45 വയസ്സുകാരനുമായി വിവാഹം ഉറപ്പിച്ചു. ഇതറിഞ്ഞാണ് വിദേശത്തായിരുന്നു മുഹമ്മദ് ഗാലിബ് ഉണ്ടായിരുന്നത്. വിദേശത്ത് നിന്ന് മുഹമ്മദ് ഗാലിബ് കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി എത്തി. പക്ഷേ വിവാഹം നടത്താൻ ഒരു തരത്തിലും ഇവർ രണ്ടുപേരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇരു കൂട്ടരുടെയും ബന്ധുക്കൾ, പ്രത്യേകിച്ചും ആശാ വർമ്മയുടെ ബന്ധുക്കൾ സമ്മതിച്ചില്ല. ലവ് ജിഹാദ് എന്ന ആരോപണം ഉയർത്തി. ആ പ്രദേശത്ത് ഇതിന്റെ ഭാഗമായി പല സംഘർഷങ്ങളും കലാപത്തിന് നിൽക്കുന്ന ചില സംഭവങ്ങൾ കൂടി ഉണ്ടായെന്നാണ് നമുക്കറിയാം. ദേശീയ മാധ്യമങ്ങളടക്കം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് ഇയാൾ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഗാലിബ് ജോലി ചെയ്യുന്ന ഗൾഫിലെ തന്റെ കൂട്ടുകാരനായിട്ടുള്ള കായംകുളം സ്വദേശിയാണ് ആലപ്പുഴ കായംകുളത്തേക്ക് എത്താൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഈ മാസം 9-ാം തീയതി ഇവർ കായംകുളത്തെത്തി ഒരു അഭിഭാഷകയെ കണ്ടു. അഭിഭാഷക ഗയാസ് ലതയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. അങ്ങനെ 11-ാം തീയതി ഇവർ ഇസ്ലാം മതപ്രകാരം വിശ്വാസപ്രകാരമുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകൾ ഇവർ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവരെ തേടി ഈ ആശാ വർമ്മയുടെ ബന്ധുക്കളായ ചില ആളുകൾ എത്തി. അത് ഗുണ്ടകളാണെന്നാണ് ഈ ആശാ വർമ്മ പറയുന്നത്. കേരളത്തിലെത്തിയ ശേഷം ഈ മിസ്സിംഗ് കേസാണ്, അതായത് ആശാ വർമ്മയെ തട്ടിക്കൊണ്ടുപോയതാണ് മുഹമ്മദ് ഗാലിബ് എന്ന പരാതി നിലവിൽ ചിത്തപ്പൂർ പോലീസ് സ്റ്റേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ ആ ആരോപണം ഉന്നയിച്ചെങ്കിലും കായംകുളം പോലീസ് അന്വേഷിച്ചതിനെ തുടർന്ന് ഇവർക്കും പ്രായപൂർത്തിയായതാണ്. 26 വയസ്സുണ്ട് ആശാ വർമ്മയ്ക്ക്, 30 വയസ്സുണ്ട് മുഹമ്മദ് ഗാലിബിന്. അങ്ങനെ ഇരുവർക്കും സ്വതന്ത്രമായി രാജ്യത്ത് വിവാഹം കഴിച്ച് താമസിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട് തന്നെ ഇവരെ വിട്ടയക്കാൻ സാധിക്കില്ലെന്ന് കായംകുളം പോലീസ് അറിയിച്ചു. ഒപ്പം തന്നെ ഈ അഭിഭാഷക ഇവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൂടി ഫയൽ ചെയ്തിട്ടുണ്ട്. കായംകുളം ഡിവൈഎസ്പി ഇത് സംബന്ധിച്ച് പറയുന്നത് ഇവർക്ക് സംരക്ഷണം വേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കായംകുളത്ത് ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത്. ഇവരുടെ നാട്ടിൽ ഇവരെത്തിയാൽ കൊലപ്പെടുത്തുമെന്നുള്ള വലിയ കലാപ ആഹ്വാനം ഇതിനോടകം നടന്നിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിജയകുമാർ. ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയുമാണ് കായംകുളത്തെത്തി വിവാഹിതരായത്. അവർക്ക് ജാർഖണ്ഡിൽ വധഭീഷണിയുണ്ട്. പ്രായപൂർത്തിയായതുകൊണ്ട് ഇവരുടെ സംരക്ഷണം കേരളത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഇവർക്ക് സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ട്. എങ്കിലും പോലീസിന്റെ സുരക്ഷ അവർക്കുണ്ട്. നാട്ടിലേക്ക് തൽക്കാലം അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവിടെ എത്തിയാൽ അവർക്ക് വലിയ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നവർ പരാതിപ്പെടുന്നു. അവരുടെ ഒരു ഹർജി കോടതിയിലുമുണ്ട്. അപ്പോൾ അവർ ഇരുവരും സുരക്ഷിതരാണ്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ വിവരങ്ങൾ നൽകിയത്. തൃശൂർ പൂരം എക്സിബിഷന് വെല്ലുവിളിയായി സമാന്തര പ്രദർശനം നടത്താനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം എക്സിബിഷനെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് തിരുവമ്പാടി ദേവസ്വം ആരോപിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇതുവരെ ഇല്ലാത്ത ഉത്തരവ് പുറത്തിറക്കിയത്. നിലവിൽ തൃശൂർ പൂരം നടത്തിപ്പിനായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വരുമാനം കണ്ടെത്തുന്നത് പൂരം പ്രദർശനത്തിലൂടെയാണ്. ഇതിന് സമാന്തരമായാണ് മറ്റൊരു പ്രദർശനം നടത്താൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ടെൻഡർ വിളിച്ചത്. ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവരുടെ കാലാവധി ഫെബ്രുവരി 23-ന് അവസാനിച്ചിരുന്നു. 21-നാണ് സമാന്തര പ്രദർശനത്തിന് ടെൻഡർ ക്ഷണിച്ചത്. എന്നാൽ സമാന്തര എക്സിബിഷൻ നടത്തി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതായി
തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരത്തിന് കരിവാരിത്തേക്കാനാണോ അല്ലെങ്കിൽ പൂരം ഇല്ലാണ്ടാക്കാനോ എന്തിനാണെന്ന് അറിയുന്നില്ല. അടുത്ത തവണത്തെ ഇതേ സമയത്ത് ഇതേ ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെയുള്ള ദിവസങ്ങളിലേക്ക് ഈ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു. വെറും എക്സിബിഷൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് 50 മീറ്റർ അപ്പുറേ നിൽക്കുന്ന ഈ സ്ഥലത്ത് മറ്റൊരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനെ ഇല്ലാണ്ടാക്കുകയാണ്. ഇതിലെന്തോ അടിത്തട്ടിൽ തന്നെ എന്തോ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നടപടികൾക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. 24 തൃശ്ശൂർ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഗോഡ്സയെ പ്രകീർത്തിച്ച NIT പ്രൊഫസർ ഷൈജ ആണ്ടവന് സ്ഥാനക്കയറ്റം നൽകിയതിൽ വിവാദം. കോഴിക്കോട് NIT പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായാണ് ഷൈജ ആണ്ടവനെ നിയമിച്ചത്. സീനിയോറിറ്റി മറികടന്ന് നിയമിച്ചു എന്നാണ് ആരോപണം. പ്രൊഫസർ പ്രിയാചന്ദ്രന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് ഷൈജ ആണ്ടവനെ ഡീൻ ആക്കിയുള്ള ഉത്തരവ്. പ്രാരംഭഘട്ടത്തിൽ 2 വർഷത്തേക്കാണ് നിയമനം. ഈ വർഷം ഏപ്രിൽ 7-ന് ഷൈജ ആണ്ടവൻ ഡീനായി ചുമതലയേൽക്കും. തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. NITക്ക് മുൻപിൽ പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ്. ഗോഡ്സെയാണ് മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട ഇവരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് സമരം നടത്തിയതാണ്. അവരെ സർവീസിൽ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ സർവീസിൽ നീക്കം ചെയ്തത് മാത്രമല്ല, അനർഹമായ പ്രൊമോഷൻ കൊടുത്ത് അവർ ആദരിച്ചിരിക്കുന്നു. വകുപ്പ് മേധാവി പോലുമല്ലാത്ത ഷൈജ ആണ്ടവന് സീനിയോറിറ്റി മറികടന്ന് സ്ഥാനക്കയറ്റം നൽകിയെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം സമൂഹമാധ്യമത്തിലൂടെയായിരുന്നു ഷൈജ ആണ്ടവൻ ഗോഡ്സയെ പ്രകീർത്തിച്ചത്. പിന്നാലെ പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. 24 കോഴിക്കോട്. സംസ്ഥാനത്തെ കാട്ടാന ആക്രമണങ്ങളിൽ വിമർശനവുമായി ഹൈക്കോടതി. പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ട് പോയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ അമിക്കസ് ക്യൂറിമാരെ ഹൈക്കോടതി നിയോഗിച്ചു. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിലുണ്ടാകുന്ന മരണങ്ങളെക്കുറിച്ച് പതിവായി കേൾക്കുന്നത് നിരാശാജനകമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ആശ്വാസവാക്കുകളോ നഷ്ടപരിഹാരമോ മരിച്ചവരുടെ ഉറ്റവർക്കുണ്ടാകുന്ന വലിയ നഷ്ടത്തിന് പരിഹാരമാകില്ല. വന്യമൃഗങ്ങളുടെ നിരന്തരമായ ഭീഷണി മൂലം ഹൈറേഞ്ചുകളിലും വനമേഖലകളിലും ജനങ്ങൾ മരണഭീതിയിലാണെന്ന് കോടതി പറഞ്ഞു. 2019 മുതൽ 2024 വരെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് 555 പേർ മരിച്ചെന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. വന്യമൃഗങ്ങളെ തടയാനായി പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതി മുന്നോട്ടു പോയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വനാതിർത്തികളിൽ വൈദ്യുതി വേലി അടക്കമുള്ളവ എത്രയും വേഗം സ്ഥാപിക്കണമെന്ന് 2022 സെപ്റ്റംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. ഈ ഉത്തരവിന് ശേഷം എടുത്ത നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. മനുഷ്യ വന്യമൃഗ സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റി സർവേ നടത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നഷ്ടപരിഹാര പദ്ധതികൾ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും അതിനുശേഷം റിപ്പോർട്ട് നൽകാനും കെൽസയോട് കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സ്വമേധയാ കക്ഷി ചേർത്ത കോടതി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. തെലങ്കാന നാഗർകുർണൂലിലെ തുരങ്ക അപകടത്തിൽ രക്ഷാദൗത്യം അതിസങ്കീർണമാവുകയാണ്. ശ്വാസം കിട്ടാത്തതിനാൽ ഒരു സംഘം രക്ഷാപ്രവർത്തകർ ടണലിൽ നിന്ന് മടങ്ങി. കുടുങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് 40 മീറ്റർ അകലെ രക്ഷാപ്രവർത്തകർ ഉണ്ടെങ്കിലും ചെളിയും വെള്ളവും നീക്കം ചെയ്യാൻ കഴിയുന്നില്ല. 4ാം ദിവസവും കുർണൂലിൽ നിന്ന് ആശ്വസിക്കാൻ വകയില്ല. തുരങ്കത്തിൽ 8 പേർ കുടുങ്ങിയതിന് 40 മീറ്റർ അകലെയാണ് 2 ദിവസമായി രക്ഷാപ്രവർത്തകരുള്ളത്. എന്നാൽ ചെളിയും വെള്ളവും നിറഞ്ഞ് തുരങ്കം മൂടിയിരിക്കുന്നതിനാൽ ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ശ്വാസതടസ്സമുണ്ടാകുന്നതിനാൽ മുഴുവൻ സമയ രക്ഷാപ്രവർത്തനവും സാധ്യമല്ല. ഭൂമിശാസ്ത്രപരമായി ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശവുമാണ്. വലിയ യന്ത്രങ്ങൾ തുരങ്കത്തിലൂടെ കൊണ്ടുപോകുന്നതും വെല്ലുവിളിയാണ്. കര, നാവികസേന, ദുരന്ത നിവാരണ സേന, തുരങ്ക രക്ഷാദൗത്യത്തിൽ പ്രാവീണ്യമുള്ള റാറ്റ് മൈനേഴ്സ് എന്നിവർ സംയുക്തമായാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരെ ജീവനോടെ പുറത്തെത്തിക്കൽ ഏറെക്കുറെ അസാധ്യമായിരിക്കുകയാണ്. തെലങ്കാന ഉപമുഖ്യമന്ത്രിയടക്കം സംഭവസ്ഥലത്തുണ്ട്. 24 ചെന്നൈ. വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃതർപ്പണത്തിനായി ഒരുങ്ങി ആലുവ മണപ്പുറം. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തവണയും ശിവരാത്രി ആഘോഷങ്ങൾ. ജനലക്ഷങ്ങളാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃതർപ്പണത്തിനായി ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്ന് അർദ്ധരാത്രിയിൽ ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായ ബലിതർപ്പണം തുടങ്ങുകയെങ്കിലും രാവിലെ 4 മണി മുതൽ തന്നെ വിവിധയിടങ്ങളിൽ നിന്ന് ഭക്തർ എത്തിത്തുടങ്ങിയിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശിവരാത്രി ബലിയിടാനായി എത്തുന്നതും ആലുവ മണപ്പുറത്തേക്കാണ്. കുംഭമാസത്തിലെ അമാവാസി ദിനമായ നാളെ ഉച്ചവരെ 5 ലക്ഷത്തോളം ഭക്തരെത്തുമെന്നാണ് മുൻവർഷക്രമം ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു.
നമുക്ക് 85ഓളം ബലിത്തറകൾ സജ്ജമായിട്ടുണ്ട്. ഇന്ന് 12 മണിക്ക് ശേഷമായിരിക്കും ബലിതർപ്പണങ്ങൾ ആരംഭിക്കുക. നാളെ ഉച്ചവരെ ആയിരിക്കും ബലിതർപ്പണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രകർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 116 ബലിത്തറകളാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. അദ്വൈതാശ്രമത്തിലും ഒരേ സമയം 2000 പേർക്ക് ബലിതർപ്പണം നടത്താൻ സൗകര്യമുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണപ്പുറത്തേക്ക് 250 KSRTC ബസ്സുകളും കൊച്ചി മെട്രോയും സ്പെഷ്യൽ സർവീസ് നടത്തും. സുരക്ഷയ്ക്കായി 1500 പോലീസുകാരെയും ഫയർഫോഴ്സ് കൂടാതെ നേവിയുടെ മുങ്ങൽ വിദഗ്ധരെയും നിയോഗിച്ചിട്ടുണ്ട്. ശിവരാത്രി ദിനത്തിൽ ആലുവ മണപ്പുറത്തെത്തി ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷമെന്നാണ് വിശ്വാസം. ഇതിനോടകം സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി 10,000-ഓളം ഭക്തരാണ് ആലുവയിലേക്ക് ഒഴുകിയെത്തിയത്. ആലുവ മണപ്പുറത്ത് നിന്നും സന്തോഷ് ചേകർക്കൊപ്പം നിതിൻ അംബുജൻ, 24. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ നിയമനത്തിനായുള്ള കായികക്ഷമതാ പരീക്ഷയിൽ ബോധപൂർവം പരാജയപ്പെടുത്തിയെന്ന് ഷിനു ചൊവ്വ. പിൻവാതിൽ നിയമനം എന്ന ആരോപണം തെറ്റാണ് എന്ന് ഷിനു ചൊവ്വ അവകാശപ്പെട്ടു. തന്നെ തോൽപ്പിക്കാൻ പോലീസിൽ നിന്ന് ആസൂത്രിത ശ്രമം നടന്നു. രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ടല്ല ജോലി കിട്ടിയത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും ഷിനു പറഞ്ഞു. അവർ പറയുന്ന 5 ഐറ്റവും ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് രേഖകൾ പുറത്തു വിടണം. അവരെ അടുത്തുനിന്നൊരു കിട്ടിയ റിപ്പോർട്ട് പ്രകാരം 14.69 മില്ലി സെക്കൻഡിൽ ഞാൻ 100 മീറ്റർ പൂർത്തിയാക്കി എന്നാണ് അവരെ റിപ്പോർട്ട് പ്രകാരം ഉള്ളത്. 69 മില്ലി സെക്കൻഡിൻ്റെ പേരിൽ എന്നെ അയോഗ്യനാക്കുന്ന ഈ നടപടി എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടുത്തെ ടെസ്റ്റ് നടത്തിയ ആൾക്കാർക്ക് അവരുടേതായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളെ, കാരണം പിന്നെ പുതിയ ഓരോ ദിവസം ആദ്യം ഇവർ പിൻവാതിൽ നിയമനം എന്നില്ല സാധനങ്ങൾ ഇറക്കി. പക്ഷെ അത് വിലപ്പോവില്ല എന്ന് കണ്ടതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഈ ഡയറക്റ്റ് എല്ലാവർക്കും അറിയാം, കായിക അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഫിസിക്കൽ ടെസ്റ്റ് നടന്ന ചരിത്രമില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് 4 ദിവസം മുന്നെയാണ് എന്നെ ഈ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് എനിക്ക് ലെറ്റർ വന്നത്. BJP-യും DMK-യും കടന്നാക്രമിച്ച് തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ്. DMK-യും BJP-യും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് TVK വാർഷിക സമ്മേളനത്തിൽ വിജയ് ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമെതിരെ ഗെറ്റ് ഔട്ട് ക്യാമ്പയിനും TVK പ്രഖ്യാപിച്ചു. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.